ഇന്ന് നമ്മളെ വഴുതിനി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അതിനുണ്ട് നമ്മുടെ ഈ മാതളമുള്ള വഴുതിനി എടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന പച്ച വഴുതിനിയാണ്. അപ്പോൾ അതിന് നല്ല മാതളമുണ്ട്. അതിൻ്റെ വിത്ത് മുറ്റാത്തതായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ വറ്റൽമുളക്, ചുമന്നുള്ളി, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ബാക്കി ഉപ്പും പിന്നെ പുഴുപുളിയൊക്കെ നമ്മൾ ചമ്മന്തി ആക്കുമ്പം തയ്യാറാക്കുമ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഉപ്പ് കുറച്ച് പുരട്ടി വെച്ചിരിക്കുന്ന വഴുതിനി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് നമുക്കൊന്ന് വാട്ടി വേവിച്ചെടുക്കാം കേട്ടോ. ഫ്രൈ ഒന്നും ആകണ്ട, ഈ വെന്ത് കിട്ടിയാൽ മാത്രം മതി. താണ്ട വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതിനെ ആവരണം ചെയ്തിരിക്കുന്ന തോട് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ നീക്കം ചെയ്യണം. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ നീക്കം ചെയ്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തിക്കുള്ള മുളകും ഉള്ളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അല്പം പുളി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് പുളി. പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറുമ്പം കല്ലുപ്പിട്ട് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ടിത് ചമ്മന്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മുളകൊക്കെ തണുത്തുണ്ട്, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒടിയുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കല്ലുപ്പിട്ട് റെഡിയാക്കി എടുക്കാം. കല്ലുപ്പിട്ടു. മുളകും ഉള്ളിയും നമ്മുടെ പിഴുപുളി എല്ലാം ചമ്മന്തി പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വാട്ടി വേവിച്ച് വെച്ചിരിക്കുന്ന കത്രിക്ക ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കൈകൊണ്ട് ഉടച്ചെടുത്ത പച്ച വഴുതനി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. വഴുതനി ആയാലും കത്രി ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാനാവും കേട്ടോ. നല്ല അടിപൊളിയാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.